ആദിയിൽ വചനമുണ്ടായിരുന്നു. ആ വചനം ദൈവത്തോടൊപ്പമായിരുന്നു. ആ വചനം ദൈവം തന്നെയായിരുന്നു. വചനത്തെ കേന്ദ്രബിന്ദുവായി സെൻറ് മേരീസ് മാങ്കരയും ഹോളി ക്രോസ് പപ്പറ്റോയും ഒന്നിച്ചു ചേർന്ന് അണിയിച്ചൊരുക്കുന്ന നാടകം വചനമാരി ബഹുമാന സദസ്സിനു മുന്നിൽ അഭിമാന പുരസ്കാരം സമർപ്പിക്കുന്നു. വചനമാരി. ഇവിടെ ഒരു മനുഷ്യജീവിയെ പോലും കാണുന്നില്ലല്ലോ. ഇതിനേക്കാൾ ഭേദം യുദ്ധമായിരുന്നു. യുദ്ധം? ജയിച്ചവനും തോറ്റവനും ദുരിതം സമ്മാനിക്കുന്ന സാത്താന്റെ ആയുധം. ഇതിനേക്കാൾ എത്രയോ ഭേദമാണ് ഈ മരുഭൂമിയിലൂടെയുള്ള അലച്ചിൽ. കുപിതനാവാതെ ആമോസ്, നിരാശ കൊണ്ട് പറഞ്ഞു പോയതാണ്. നമ്മുടെ അന്വേഷണം എങ്ങും എത്തുന്നില്ലല്ലോ. നിരാശപ്പെടാൻ സമയമായില്ല സുഹൃത്തെ. ഈ മരുഭൂമി വിശാലമായി കിടക്കുകയല്ലേ. വരൂ, മുന്നോട്ടു പോകാം. ഓ, എന്തൊരു പൊടിക്കാറ്റാണ് അടിക്കുന്നത്. പ്രകൃതി പോലും നമ്മുടെ യാത്രയ്ക്ക് എതിരായി നിൽക്കുന്നത് പോലെ. ശരിയാ, ഇവിടെ നിന്ന് ഇനി ഒരടി മുന്നോട്ട് പോകാൻ എന്നെക്കൊണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോണം, പോയേ പറ്റൂ. ഗ്രാമത്തിലുള്ളവർ പറഞ്ഞത് ശരിയാണെങ്കിൽ ജോർദാന്റെ മറുകരയിൽ നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കും. നടന്നാലും സൂര്യാസ്തമനത്തിന് മുമ്പ് മരുഭൂമി കടക്കണം. എന്നെക്കൊണ്ടാവില്ല സോദര. തുടർച്ചയായ യാത്രയും ഈ ഉഷ്ണക്കാറ്റും എന്നെ വല്ലാതെ തളർത്തിയിരിക്കുന്നു. ഈ ശേഷിക്കുന്ന ജലം ഞാൻ നിനക്ക് തരുന്നു. ഇതിൽ നമ്മുടെ രണ്ടാളുടെയും ജീവൻ്റെ വിലയുണ്ട്. എനിക്കും നിനക്കുമായി നീ ഈ യാത്ര തുടരുമോ? നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക്? ദൈവഹിതം ഇതായിരിക്കും. പോകൂ സഹോദര, പോകൂ. നിങ്ങൾ ആകെ തളർന്നിരിക്കുന്നു. അല്പം വെള്ളമെങ്കിലും കുടിക്കൂ. ഇല്ല, ഈ വെള്ളം നിനക്ക് തന്നെ തികയില്ല. പോകൂ, ദയവായി പോകൂ. എന്തൊരു ക്ഷീണം, തല കറങ്ങുന്നത് പോലെ. യഹോവേ, എന്നെ വീഴാതെ കാക്കണേ. അല്ലയോ യാത്രക്കാരെ, നിങ്ങൾ എങ്ങോട്ടാണ്? ഞങ്ങൾ മരുഭൂമിയിലെ പ്രവാചകനെ തേടിയുള്ള യാത്രയിലാണ്. എന്താ, നിങ്ങൾ വരുന്നോ? ഇല്ല, അല്പം വെള്ളമുണ്ടോ തരുവാൻ? അല്പം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. എങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതിൽ നിന്ന് എടുത്തോളൂ. ഈ ജലം നിങ്ങൾക്ക് തന്നെ തികയുകയില്ല. വെച്ചോളൂ. എന്നാൽ ഞങ്ങൾ യാത്ര തുടരട്ടെ. എന്തൊരു ദാഹം, കൈകാലുകൾ വിറയ്ക്കുന്നത് പോലെ. യഹോവേ, കാക്കണേ. യഹോവേ. അല്ലയോ സഹോദര, എന്തു പറ്റി? വെള്ളം, വെള്ളം കുടിച്ചാലും. നന്ദി സഹോദര. ആരാണ് നിങ്ങൾ? പ്രവാചകൻ,
നിങ്ങൾ മരുഭൂമിയിലെ പ്രവാചകൻ. എഴുന്നേൽക്കൂ പത്രോസെ, എഴുന്നേൽക്കൂ. എൻ്റെ പേര് എങ്ങനെ അവിടത്തേക്ക്? നിങ്ങൾ എന്നെ പ്രവാചകനെന്നല്ലേ വിളിച്ചത്? എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാകുന്നില്ല. ഈ മരുഭൂമിയിലെല്ലാം ഞാൻ തേടിയത് അങ്ങയെയാണ്. ഇതാ അങ്ങ് എൻ്റെ മുന്നിൽ. എൻ്റെ യഹോവേ, നിന്റെ പ്രവാചകൻ എൻ്റെ മുന്നിൽ. ശിമിയോൻ പത്രോസ്, ഞാൻ എൻ്റെ കർമ്മപഥത്തിൻ്റെ അവസാന നാളുകളിലാണ്. എന്നേക്കാൾ വലിയവൻ നിന്നെ തേടി വരും. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാനുള്ള യോഗ്യത പോലും എനിക്കില്ല. ഞാൻ നിനക്ക് വെറും ദാഹജലം നൽകിയെങ്കിൽ അവൻ നിനക്ക് ജീവൻ്റെ ജലം നൽകും. അവൻ്റെ അജഗണങ്ങളെ നീ നയിക്കും. പ്രവാചകനെ, അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? സമയത്തിൻ്റെ തികവിൽ നിനക്കെല്ലാം മനസ്സിലാകും. പ്രാർത്ഥനയോടെ കാത്തിരിക്കൂ. ഇപ്പോൾ എനിക്ക് പോകാനുള്ള സമയമായി. ഞാൻ പോകട്ടെ. ദൈവമേ, എന്തൊക്കെയാണ് ഞാൻ ഈ കാണുന്നതും കേൾക്കുന്നതും? മരുഭൂമിയിലെ ഈ ഉഷ്ണക്കാറ്റേറ്റ് എനിക്ക് ചിത്രഭ്രമം സംഭവിച്ചു എന്ന് തോന്നുന്നു. വേഗം വീട്ടിലെത്തണം. ഒന്നുറങ്ങിയാൽ മനോനില വീണ്ടെടുക്കാൻ സാധിക്കുമായിരിക്കും. പോകാം, ഇനി ഇവിടെ നിൽക്കണ്ട. എവിടെയാ ധിക്കാരി? അല്ല, എവിടെ നിന്റെ പടയാളികൾ? ഇന്നെങ്കിലും ഈ അന്വേഷണത്തിന് ഒരു അന്ത്യം വരുമോ? വരും. കാരണം നമ്മുടെ പടയാളികൾ രാപ്പകലില്ലാതെ അദ്ദേഹത്തെ അന്വേഷിക്കുകയാണ്. പറയൂ, ഇനിയും എത്ര നാൾ നമ്മൾ ഈ മരുഭൂമിയിൽ അവനെ തേടി അലയണം? കൊട്ടാരം കണ്ട കാലം മറന്നു. അവനില്ലാതെ കൊട്ടാരത്തിൽ ചെല്ലരുത് എന്നാണ് രാജകൽപ്പന. സേനാപതിക്ക് അറിവുള്ളതല്ലേ? ശാന്തനായാലും എനിക്ക് എൻ്റെ പടയാളികളെ വിശ്വാസമാണ്. അവർ നമ്മളെ അധികം നിരാശപ്പെടുത്തുകയില്ല. അതാ നമ്മുടെ പടയാളികൾ. അവർ അയാളെ ബന്ധിച്ചിരിക്കുന്നു. കൊണ്ടുവരൂ അവനെ ഇവിടെ. ഞാനൊന്ന് കണ്ണു തുറന്ന് കാണട്ടെ നമ്മുടെയൊക്കെ സമാധാനം കളഞ്ഞ മരുഭൂമിയിലെ പിശാചിനെ. പ്രവാചകൻ, ഇനി നിന്റെ ജീവിതം ഞങ്ങൾ പ്രവചിക്കും പോലെ. കൊണ്ടുപോകൂ അവനെ രാജസന്നിധിയിലേക്ക്. സ്വന്തം ജീവിതം പ്രവചിക്കാൻ അറിയാത്തവൻ പ്രവാചകൻ. രംഗം 2. ഹെറോദോസിന്റെ കൊട്ടാരം. ഗലീലയുടെ രാജാവായ ഹെറോദോസ്, നീ പാപിയാകുന്നു. എന്തെന്നാൽ നീ സഹോദരന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയായി വെച്ചിരിക്കുന്നു.
മഹാരാജൻ, മന്ത്രിയും സേനാപതിയും മുഖം കാണിക്കാൻ കാത്തു നിൽക്കുന്നു. വരാൻ പറയൂ. ഗലീലിയുടെ നാഥന് ഈ ഉള്ളവന്റെ വണക്കം. എന്തായി ഏൽപ്പിച്ച കാര്യം? അവനെ ബന്ധിച്ചു. അങ്ങയുടെ മുമ്പിൽ ഹാജരാക്കാൻ അനുവാദം നൽകിയാലും. കൊണ്ടുവരൂ എന്റെ സമാധാനം കളഞ്ഞ ആ സാത്താന്റെ സന്തതിയെ. ആരാണ് നീ? ആർക്കു വേണ്ടിയാണ് എനിക്കെതിരെ അപവാദം പറയുന്നത്? രാജ്യദ്രോഹത്തിന്റെ ശിക്ഷ എന്താണെന്ന് നിനക്കറിയാമോ? മരണം. മരണമല്ലാതെ മറ്റൊന്നില്ല. രാജൻ, ഞാൻ ആരാണെന്നുള്ളത് പ്രധാനമല്ല. പക്ഷേ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. സത്യം, സത്യം, സത്യം. എന്താണ് സത്യം? അധികാരമുള്ളവൻ പറയുന്നത് അതാണ് സത്യം. അന്നും ഇന്നും എന്നും. നിങ്ങൾ പറയുന്ന അധികാരത്തിൻ്റെ സത്യം അധികാരികൾ മാറുന്നതിനനുസരിച്ച് മാറും. എന്നാൽ ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ സത്യം, ഒരിക്കലും മാറ്റമില്ലാത്ത നിത്യസത്യം. എന്താണ് ദൈവത്തിന്റെ സത്യം? ദൈവത്തിൻ്റെ കൽപ്പനകൾ നിനക്ക് അറിവുള്ളതല്ലേ? ആ കൽപ്പനകൾ ലംഘിക്കുന്നത് പാപമാണെന്നും നിനക്കറിയാവുന്നതല്ലേ? അറിയാം, അറിയാം. നീ സഹോദരൻ്റെ ഭാര്യയെ പ്രാപിച്ചത് നിമിത്തം ദൈവപ്രമാണങ്ങളിലെ 7-ാം പ്രമാണവും 9-ാം പ്രമാണവും ലംഘിച്ചിരിക്കുന്നു. അതിനാലാണ് ഞാൻ നിന്നെ പാപിയെന്ന് വിളിച്ചത്. അത് സത്യവുമാണ്. പാപി? ഞാൻ പാപിയെന്നോ? ആരെവിടെ? ഈ ധിക്കാരിയെ കൊണ്ടുപോയി തുറുങ്കിലടയ്ക്ക്. മഹാരാജൻ ദയവായി ക്ഷമിച്ചാലും രാജ്യദ്രോഹത്തിന് തുറുങ്കല്ല, വധശിക്ഷയാണെന്ന് അങ്ങയ്ക്ക് അറിവുള്ളതല്ലേ? മന്ത്രി, പുറത്തു പോകൂ, എന്റെ സമാധാനം കെടുത്താതെ. ഉത്തരവ്. സേനാപതിക്കും പോകാം. ഉത്തരവ്. മഹാരാജൻ, അങ്ങയ്ക്ക് മഹാറാണിയുടെ ഒരു സന്ദേശമുണ്ട്. എന്താണ്? നാളത്തെ അങ്ങയുടെ ജന്മദിനാഘോഷങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള സന്ദേശമാണ്. എത്തുമെന്നറിയിക്കൂ. ഗലീലയുടെ രാജാവായ ഹെറോദോസ്, നീ പാപിയാകുന്നു. എന്തെന്നാൽ നീ സഹോദരന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയായി വെച്ചിരിക്കുന്നു. മഹാറാണിക്ക് വണക്കം. മന്ത്രി അനുവാദത്തിനായി കാത്തു നിൽക്കുന്നു. കടത്തിവിടൂ. ഗലീലിയുടെ മഹാറാണിക്ക് ഈ ഉള്ളവന്റെ വണക്കം. എന്താ വന്ന കാര്യം പറയൂ.
അവിടുന്ന് ഈ ഉള്ളവനെയും വിരുന്നിന് വിളിച്ചിരുന്നു. അതിന് ഇനിയും സമയമുണ്ടല്ലോ. മടിക്കാതെ വന്ന കാര്യം പറയൂ. ആദ്യം മഹാരാജാവിന് ഈ ഉള്ളവന്റെ പിറന്നാൾ സമ്മാനമായ ഉടവാൾ സ്വീകരിച്ചാലും. പിറന്നാൾ മഹാരാജാവിൻ്റെതാണ്, നമ്മുടേതല്ല. മന്ത്രിക്ക് എന്താ ഓർമ്മക്കുറവുണ്ടോ? ഇല്ല മഹാറാണി, ഈ സമ്മാനം അവിടുന്ന് മഹാരാജാവിന് നൽകണമെന്നാണ് ഈ ഉള്ളവന്റെ ആഗ്രഹം. അപ്പോൾ ഈ ഉടവാളിന്റെ മൂല്യം അമൂല്യ രക്തങ്ങൾക്കൊപ്പമായിരിക്കും. മന്ത്രിക്ക് നന്നായി സംസാരിക്കാൻ അറിയാമെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അത് മനസ്സിലായി. മന്ത്രിയുടെ ആഗ്രഹം നടന്നിരിക്കും. തന്നോളൂ. പിന്നെ എന്തുണ്ട് രാജവർത്തമാനങ്ങൾ? അദ്ദേഹത്തിന് സുഖം തന്നെയല്ലേ? അതു പറയാനാണ് ഞാൻ വന്നത്. ആ മരുഭൂമിയിലെ കള്ളപ്രവാചകൻ അദ്ദേഹത്തിന്റെ ഉറക്കം കെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ കള്ളപ്രവാചകൻ. ഞാനൊന്ന് സ്വസ്ഥമായി ഉറങ്ങിയിട്ട് എത്ര നാളായി എന്ന് മന്ത്രിക്കറിയാമോ? രാജാവ് സ്നേഹത്തോടെ എന്നോട് സംസാരിച്ച കാലം മറന്നു. ഇതിനൊക്കെയുള്ള ഏക പരിഹാരം യോഹന്നാന്റെ മരണം. ആ ദിനം കാണാൻ എന്റെ കണ്ണുകൾ കൊതിക്കുന്നു, ഹൃദയം തുടിക്കുന്നു. മരണം, യോഹന്നാന്റെ മരണം. പക്ഷേ മഹാരാജാവ് ഇപ്പോൾ അയാളെ ഒരു പ്രവാചകനായി കാണുന്നുണ്ടോ എന്നാണ് ഈ ഉള്ളവന്റെ ഒരു സന്ദേഹം. തടവറയിൽ കിടത്താനാണ് ഉത്തരവ്, വധിക്കാനല്ല. എന്ത്? വധശിക്ഷ ഇല്ലെന്നോ? ഈ ഗലീലിയുടെ മഹാറാണിയുടെ ആഗ്രഹം നടപ്പില്ലെന്നോ? അസംഭവ്യം. അങ്ങ് വിചാരിച്ചാൽ അത് നടന്നിരിക്കും. പക്ഷേ അങ്ങ് വിചാരിക്കണം. ഇല്ല മന്ത്രി, അദ്ദേഹത്തിന്റെ വാക്ക് മാറ്റാനുള്ള കഴിവൊന്നും ഈ ഗലീലിയുടെ മഹാറാണിക്കില്ല. മാറാത്ത അദ്ദേഹത്തിന്റെ വാക്ക്, അതുതന്നെയാണ് നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനുള്ള ഏക മാർഗം. എന്താണത്? അടിയന് അങ്ങയുടെ കാതിൽ രഹസ്യം പറയാൻ അനുവാദം നൽകിയാലും. അനുവാദം നൽകിയിരിക്കുന്നു. ആഹാ, വെറുതെയല്ല താൻ ഗലീലിയുടെ മഹാമന്ത്രിയായിരിക്കുന്നത്. നമ്മുടെ ആഗ്രഹം നടന്നിരിക്കും. മഹാരാജാവ് ആഗതനാകുന്നു. ഗലീലിയുടെ മഹാരാജാവിന് ഈ ഉള്ളവളുടെ അഭിവാദ്യങ്ങൾ. ദയവായി എന്റെ ഈ എളിയ പിറന്നാൾ സമ്മാനം സ്വീകരിച്ചാലും. മനോഹരം, അതിഗംഭീരം. ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു. ഗലീലയുടെ രാജാവായ ഹെറോദോസ്, നീ പാപിയാകുന്നു. എന്തെന്നാൽ നീ സഹോദരന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയായി വെച്ചിരിക്കുന്നു. എന്താ? എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല. ഞാൻ അങ്ങയുടെ സന്തോഷത്തിനായി ഒരു നൃത്തം ചെയ്യട്ടെ? ആരെവിടെ? റാണിക്ക് നൃത്തം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുങ്ങട്ടെ.
شود بوی بهار میرسد مزرعه سبز میشود غنچه گل میشکفد باد بهار میوزد مژده که یار میرسد باد بهار میوزد مژده که یار میرسد دوباره رسیدن فصل بهار، دوباره نو شدن قول و قرار، دوباره محبت و آشتی کنون، خوش باشید تو این 2 روز روزگار. عید اومده بهاره، شادی رو به خونمون میاره. عید اومده بهاره، هرچی از خدا میخوای برات هدیه بیاره. دلای بیقرار ثانی ها رو میشماره. تو منو میترسونی با 100,000 خط و نشون، منو آتیش میزنی با این همه زخم زبون، منو آزارم میدی میری با یار دیگری، میگی تنها میمونم من با غم در به دری. برو 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 برو.
ആഹാ, അതിഗംഭീരം, കൊള്ളാം. അടുത്ത കാലത്തൊന്നും എൻ്റെ മനസ്സ് ഇത്രയേറെ ആനന്ദിച്ചിട്ടില്ല. അടുത്തു വരൂ, പറയൂ മോളെ, എന്തു വേണം നിനക്ക്? നീ പറയുന്നത് എന്തും ഞാൻ നിനക്ക് നൽകും. അമ്മേ, എന്തു വേണം? യോഹന്നാന്റെ ശിരസ്. എന്ത്? യോഹന്നാന്റെ ശിരസോ? അതെ, യോഹന്നാന്റെ ശിരസ് അമ്മയ്ക്ക് വേണ്ടി. മോളെ, നീ ചോദിക്കുന്നത് എന്താണെന്ന് നിനക്കറിയില്ല. ഈ ഗലീല ദേശത്തിന്റെ പകുതി ചോദിച്ചാലും ഞാനത് സന്തോഷത്തോടെ നിനക്ക് തരും. പക്ഷേ യോഹന്നാന്റെ ശിരസ്? മഹാരാജാവേ, അങ്ങ് രാജധർമ്മം മറക്കുന്നു. രാജാവിന്റെ വാക്ക് ഒരിക്കലും മാറ്റമില്ലാത്തതാകണം. മന്ത്രി, നീയും? അവളുടെ ആഗ്രഹം നടക്കട്ടെ. ആരവിടെ? യോഹന്നാന്റെ ശിരസ് ഒരു താളത്തിൽ ഇവിടെ കൊണ്ടുവരൂ. ഒന്ന് നിൽക്കൂ. മഹാരാജാവേ, അങ്ങയുടെ ഉടവാൾ തന്നാലും രാജദ്രോഹിയുടെ ശിക്ഷ രാജവാളിനാലും. അതാണ് രാജനീതി. ഗലീലയുടെ രാജാവായ ഹെറോദോസ്, നീ പാപിയാകുന്നു. എന്തെന്നാൽ നീ സഹോദരന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയായി വെച്ചിരിക്കുന്നു. പ്രവാചകന്റെ മരണം ദൈവവചനത്തിൻ്റെ സഞ്ചാരത്തിന് തടസ്സമായില്ല. വചനം അതിൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. പർവ്വതങ്ങളും മഹാസമുദ്രങ്ങളും താണ്ടി നമ്മുടെ ദേശത്തും അത് എത്തി. തോമാസ്ലിഹായിലൂടെയും അതിൻ്റെ പിന്മുറക്കാരിലൂടെയും തുടങ്ങി ഇന്നും ഗ്രഹാംസ്റ്റൺ കുടുംബത്തിലൂടെയും സിസ്റ്റർ റാണി മരിയയിലൂടെയും സിസ്റ്റർ വത്സല ജോണിലൂടെയും ഫാദർ സ്റ്റാൻ സാമിയിലൂടെയും നമ്മിലൂടെയും വചനം അതിൻ്റെ ജൈത്രയാത്ര തുടരുന്നു.